ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ പോയി റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് വേണം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നതിനായിട്ട്. കൂടാതെ ഇതിന് ചിലപ്പോൾ ചാർജ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനുള്ള സമയവും എല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ മുഖേന നമുക്കിത് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. SBI അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ യോനോ SBI ആപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യോനോ SBI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ SBI ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. യോനോ SBI ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു രീതിയിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയി വരുന്നവരെന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 6 MPN നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ MPN എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അക്കൗണ്ട്സ്, ഡെപ്പോസിറ്റ്സ്, ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ആ ഒരു പേജ് കാണാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അക്കൗണ്ട്സ് എന്നുള്ളതിലൊന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനടുത്തായി തന്നെ നമുക്കൊരു ആരോ മാർക്കും കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ആരോ മാർക്കിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻസ്, സ്പെൻഡ് അനലൈസ് എന്നൊക്കെയുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഏറ്റവും അവസാനത്തെ 150 ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഒരു നിശ്ചിത സമയത്തെ ആണെങ്കിൽ, അതായത് ഒരു മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ 3 മാസത്തെ അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചിത പീരീഡിലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ ഫിൽട്ടർ ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഫിൽട്ടർ ബൈ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ എനാബിൾ ആയി വരുന്നത് കാണാം. അതിൽ ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻസ് എന്നുള്ളതായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ അവിടെ തന്നെയുള്ള 6 മാർക്കിൽ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് വരുന്നത് കാണാം. ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻസ്, 1 മന്ത്, 3 മന്ത്, 6 മന്ത്, ബൈ ഡേറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻ മതി എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല ലാസ്റ്റ് ഒരു മാസത്തെ ട്രാൻസാക്ഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് 3 മാസത്തെയാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ ലാസ്റ്റ് 3 മന്ത്സ് എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി 6 മന്ത് ആണെങ്കിൽ അവിടെ 6 മന്ത് എന്നിങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കതല്ല ബൈ ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മിക്ക ആവശ്യങ്ങൾക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക ലാസ്റ്റ് 6 മന്തിലെ ട്രാൻസാക്ഷൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ലാസ്റ്റ് 6 മന്ത്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ 6 മന്ത്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ബാങ്കിലെ 6 മാസത്തെ ലാസ്റ്റ് 6 മാസത്തെ ട്രാൻസാക്ഷൻസ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നാമത്തേത് ഇവിടെയുള്ള ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് അതിന് നേരെ കാണുന്ന ഈ ഒരു ലെറ്ററിൻ്റെ സിമ്പിളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൽ ഐഡിയിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐഡിയിലേക്ക് ഇമെയിൽ വഴി അയക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ മെയിൽ ഐ ഡി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആരോ കീയിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ആരോ കീയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം, PDF ഡൗൺലോഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു PDF രൂപത്തിലുള്ള ഫയലായിട്ടായിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു PDF ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ PDFൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാസ്വേഡ് വരുന്നത് നമ്മുടെ ജനന തീയതിയും മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കം കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തുള്ള എക്സാമ്പിൾ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/5/1991 ആണ് എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ 1234 എന്നിങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും ആദ്യത്തെ ജനന തീയതിയും മാസവും എടുക്കുക. അപ്പോൾ അത് ഒറ്റ ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 0 ചേർത്തുകൊണ്ട് 2 ഡിജിറ്റ് ആക്കി എടുക്കണം. അപ്പോൾ 25 എന്നുള്ളത് 0205 എന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു @ സിമ്പിൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ 1234 എന്നീ 4 ഡിജിറ്റ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പാസ്വേഡ് വരുന്നത് 0205@123 എന്നിങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10/1 എന്നാണെങ്കിൽ 1001 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല 28/12 ആണ് എന്നുണ്ടെങ്കിൽ 2812 എന്നിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനുള്ള പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട പാസ്വേഡ് ഈ ഒരു രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് എൻ്റെ ജനനത്തീയതിയുടെ ആദ്യത്തെ 4 അക്കങ്ങളും അതിനുശേഷം @ ചേർത്ത് അതിനുശേഷം അവസാനത്തെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കങ്ങളും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ഓക്കെ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഒരു PDF രൂപത്തിലുള്ള നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വാട്സപ്പ് മുഖേനയും ഇമെയിൽ വഴിയൊക്കെ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.